അന്ധവിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ കിരാതം മെസ്സേജ് ആണ്? അതായത് ഇതൊരു നരബലി എന്നത് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണല്ലോ സിനിമ. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയല്ലേ ഇത്. നരബലി പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ. നരബലി ഉണ്ടോ? നരബലി നടന്നിട്ടുണ്ട്, അത് നടന്ന സംഭവമല്ലേ? നടന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു കോൺസെപ്റ്റ്, അതായത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നേട്ടം ഉണ്ടാകുന്നതാണോ? അത് തെറ്റാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് ഒരിക്കലും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചാണോ ചെയ്യുന്നത് അവർക്ക് ഒന്നും സംഭവിക്കില്ല, ഒരു കോട്ടവും സംഭവിക്കില്ല. ഈ ചെയ്യുന്ന ആളുകൾക്ക് ദോഷം സംഭവിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പല നല്ല ജ്യോത്സ്യന്മാരും പറയുന്നത്. അങ്ങനെയാണ്. പക്ഷെ സാക്ഷരത കേരളം എന്ന് പറയുമ്പോൾ പോലും ഇപ്പൊ അന്ധവിശ്വാസം കൂടുതലായിട്ട് കണ്ടു തുടങ്ങാണ്. അതെന്തുകൊണ്ട്? സ്വന്തം സാക്ഷരത എന്ന് വെച്ചാൽ ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സ്വന്തം പേര് അക്ഷരത്തെറ്റോടുകൂടി എഴുതുന്നതാണ് സാക്ഷരത. അതാണ് ഇപ്പോഴത്തെ സാക്ഷരത. അതല്ലല്ലോ സാക്ഷരത. വായിക്കണം, വായിച്ച ആദ്യം വിവരം ഉണ്ടാവണം. വിവരം ഉണ്ടാവാൻ വേണ്ടി വായിക്കണം. അത് ചെയ്യുന്നില്ലല്ലോ ആരും. മോളുടെ ഒരു 10 ഫ്രണ്ട്സിൽ 9 പേരെങ്കിലും പുസ്തകം വായിക്കാറുണ്ട്, മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും അല്ലേ? അത് തന്നെയാണ് അവസ്ഥ. അതാണ് പ്രശ്നം. അപ്പം നമുക്ക് ആ ഇൻ്റലിജൻസ് വളരില്ല. നമ്മൾ കണ്ട് കേട്ട് നമ്മൾ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വായന എന്ന് പറയുന്നത് നമ്മൾ വല്ലപ്പോഴും വാരാചരണം വരുമ്പോൾ അക്ഷരം മാത്രം പഠിച്ചതുകൊണ്ട് സാക്ഷരതയാവില്ല. അക്ഷരം കൂട്ടി വാക്കുകളാവണം, വാക്കുകൾ കൂട്ടി ആശയങ്ങളാവണം. ആ ആശയം മനസ്സിൽ ഉൾക്കൊള്ളണം, എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതാണ് സാക്ഷരത. മനസ്സിലുണ്ടാകുന്ന ഒരു പരിവർത്തനമാണ് സാക്ഷരത എന്ന് പറയുന്നത്. അല്ലാതെ അക്ഷരം എഴുതാൻ അറിയുന്നതല്ല സാക്ഷരത.